ഈ ഞൊണ്ടൽ കണ്ടപ്പോഴേ ഞാൻ വിചാരിച്ചു ഇതിന് വലിയ വില കൊടുക്കേണ്ടി വരുന്നു. തുടക്കമായതുകൊണ്ട് റിസ്ക് എടുക്കണ്ട, ബ്രേക്ക്ഫാസ്റ്റ് പുറത്തുനിന്ന് വന്ന് കരുതി വണ്ടി എടുത്ത് ഇറങ്ങിയപ്പോൾ 100 മീറ്റർ കഴിഞ്ഞപ്പോൾ നശിച്ച മഴ. അതങ്ങനെ വരൂ. താളം ചവിട്ടി നിന്ന പരിപാടി നടക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ പെട്ടെന്ന് ഫുഡ് മേടിച്ച് നേരെ വീട്ടിലേക്ക്. മഴയുടെ വിഷമം കൺസിഡർ ചെയ്ത് ഒരു തുള്ളി പോലും വേസ്റ്റ് ചെയ്യാണ്ട് മുഴുവൻ കൊണ്ട് വീട്ടിൽ വന്നപ്പോണ്ടാ എന്നെയും കൂടി ഇന്ന് കൺസിഡർ ചെയ്യുന്ന KCB കാല് വെച്ചു കറണ്ടും പോയി. ഉണ്ടായിരുന്ന ബാറ്ററി ബൾബ് എമർജൻസി ഒക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് എങ്ങനെയെങ്കിലും അപ്പൂസിനെ വേഗം സ്കൂളിൽ വിടാനുള്ള പരിപാടിയായിരുന്നു പിന്നീട്. മഴയും KCB എനിക്ക് ഒരുമിച്ചിട്ടുണ്ടാക്കുന്ന അറിയാത്തതുകൊണ്ട് തന്നെ ഞാൻ മോട്ടർ ഇട്ടുണ്ടായിരുന്നില്ല. ഇത്രയും വലിയ ഗതി കെട്ടവൻ ഈ ലോകത്ത് വേറെ ആരെങ്കിലും ഉണ്ടാവും എന്റെ കർത്താവേ. ഞാൻ 90s വർണ്ണപ്പെട്ടായതുകൊണ്ട് ഈ വക പരിപാടികൾ കണ്ട എക്സ്പീരിയൻസ് ഉള്ള സർട്ടിഫിക്കറ്റ് വെച്ച് ഞാൻ വെള്ളം കോരാൻ തീരുമാനിച്ചു. എന്റെ ഉറക്കത്തിലെ ശ്വാസം വലി മാത്രം കണ്ട് ശീലിച്ച പൂസിന് ഞാൻ നടന്ന് ശ്വാസം വലിക്കുന്ന കണ്ടപ്പോൾ ത്രില്ലിലാണ്. ഞാൻ ഒരു കണക്കിന് കുരിപ്പിനെ യാത്രയാക്കി. കുരിപ്പിന്റെ ബാഗ് കണ്ടപ്പോഴാണ് ഒരു കാര്യം ഓർമ്മ വന്നത്. ഈ കുഞ്ഞു ബാഗ് ഒഴിവാക്കിയിട്ട് വേണമല്ലോ വലിയ ബാഗ് ഇട്ട് എനിക്ക് പണിക്ക് പോകാൻ. അങ്ങനെ വികലാംഗിയും സൈഡാക്കിന്റെ എല്ലാ വിക പരിപാടികളും കഴിഞ്ഞപ്പോൾ കറണ്ട് വന്നു. സ്വാഭാവികം. ആക്സിഡന്റിന് ശേഷം മുതലാളി കിടപ്പായതുകൊണ്ട് തന്നെ വെട്ടുകൊണ്ട പാർട്ണർ എടുത്തിട്ടാണ് എന്റെ യാത്ര. പുറത്തുനിന്ന് നോക്കുന്നവർക്ക് ഞാൻ കാഴ്ചണ്ട് സൂയിക്കാണ്. ഞാൻ വൈകിട്ട് വാങ്ങാനുള്ള പച്ചക്കറി ആലോചിക്കാണ്. ഉച്ച തിരിഞ്ഞപ്പോഴേക്കും നടുവിനൊരു വേദന. ഡോക്ടറോട് ചോദിച്ചപ്പോൾ പറഞ്ഞു വെള്ളം കോരി എങ്ങനെയൊക്കെ ഉണ്ടാവും, ശീലമാകുമ്പോൾ മാറിക്കോളുന്നു. ചിന്തിച്ച് വൈകുന്നേരം ചപ്പാത്തി മുട്ടക്കറി ഉണ്ടാക്കാൻ പ്ലാനായി. ഏതാണ്ട് ഒരു 4-5 ചപ്പാത്തി ചുട്ടപ്പോഴേക്കും ഞാൻ പ്രോ വെർഷനിലേക്ക് കടന്നു. കുക്കിങ്ങിലുള്ള എന്റെ ഗ്രോത്ത് കണ്ടിട്ട് എനിക്ക് എന്നോട് തന്നെ ബഹുമാനം തോന്നി. ഞാൻ കുറച്ചേരം എഴുന്നേറ്റ് നിന്ന് ഈ സ്പീഡിൽ പോയി എന്റെ ഉറക്കം തീരുമാനമാണെന്ന് മനസ്സിലായപ്പോൾ ഞാൻ എന്റെ ഗിയർ മാറ്റി. കെട്ടിയ ആണുങ്ങളോടും കെട്ടാൻ പോകുന്ന ആണുങ്ങളോടൊക്കെ എനിക്ക് ഒന്നേ പറയാനുള്ളൂ, തുടക്കം മുതൽ ഈ വക പരിപാടികളൊക്കെ ഒരുമിച്ച് അങ്ങ് ചെയ്ത് പഠിച്ചേക്കാം. വൺസ് അപ്പോൺ എ ടൈം നിങ്ങൾക്ക് ഇങ്ങനൊരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ ചിലവർക്ക് റെഡി ആവും, ചിലവർക്ക് റെഡി ആവില്ല. ഇപ്പം ഞാൻ റെഡി ആക്കിയിട്ട് വരാം.